ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെം പ്രായോഗിക മലയാളത്തിലെ മൂന്നാമത്തെ ബ്ലോക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ്, ഒരു യൂണിറ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം പെയ്ഡ് നോട്ട്സോ പെയ്ഡ് അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു, വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇതിൽ നമ്മൾ മൂന്നാമത്തെ ബ്ലോക്കിൽ രണ്ടാമത്തെ യൂണിറ്റാണ് കേട്ടോ പറയുന്നത് പ്രധാനമായിട്ട്. അതിൽ 2 മാർക്കിൻ്റെ ഒരു ചോദ്യം, പങ്ക്തി എഴുത്ത് എന്താണെന്ന് വിശദമാക്കുക എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. മാധ്യമങ്ങളിൽ ദീർഘകാലം ആവർത്തിക്കപ്പെട്ടിരുന്ന എഴുത്തുകാരൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന കുറിപ്പുകളും ലേഖനങ്ങളുമാണ് പങ്ക്തി അഥവാ കോളം എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ നിർവചനം. പക്ഷേ നമ്മുടെ ലേഖകനായ ആരാണ് NP രാജേന്ദ്രൻ ഇതിനെ അംഗീകരിക്കുന്നില്ല. അത് പാശ്ചാത്യ രീതിയിലുള്ള ഒരു നിർവചനം മാത്രമാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ നിർവചനം അപൂർണമാണ് എന്നാണ്. ഇതിൽ വിഷയം, അതുപോലെ പേജ്, കാലം, എഴുത്തുകാരൻ ഇവയെ പറ്റിയുള്ള ധാരണകൾ നൽകുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അത് അപൂർണമാണ് എന്ന് പറയുന്നത്. രചനകൾ പല പേജുകളിൽ, പല താളുകളിലായി, പല പ്രസിദ്ധീകരണങ്ങളിലായി എഴുതുമ്പോൾ, അങ്ങനെ എഴുതുകയാണെങ്കിൽ തന്നെയും അവയൊക്കെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി ഉണ്ടാകുമ്പോഴാണ് അതൊരു പങ്ക്തിയാണെന്ന് ഉറപ്പിക്കാനാവുക എന്നാണ് നമ്മുടെ ലേഖകൻ്റെ അഭിപ്രായം. അപ്പം അങ്ങനെ വിഷയങ്ങൾ വരും, വിഷയം, പേജ്, കാലം, എഴുത്തുകാരൻ ഇവയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പങ്ക്തി ഉണ്ടാകുമ്പോൾ, ഒരു ലേഖനം ഉണ്ടാകുമ്പോൾ അതാണ് പങ്ക്തി എന്നാണ് നമ്മുടെ ലേഖകൻ്റെ അഭിപ്രായം. ഇനി 5 മാർക്കിൻ്റെ ചോദ്യം, മലയാള പത്രപ്രവർത്തന ചരിത്രത്തിൽ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ്റെ സ്ഥാനം എന്താണ് എന്ന്. മലയാള പത്രത്തിന് നിലപാടും അഭിപ്രായവും ഉണ്ടാക്കി കൊടുത്തത് കേരള പത്രിക എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന ചെങ്കുളത്ത് കുഞ്ഞിരാമൻ നായരാണെന്ന് അദ്ദേഹം നമ്മുടെ ലേഖകൻ സമർത്ഥിക്കുന്നുണ്ട്. അതിനു മുമ്പ് പൊതുജനാഭിപ്രായം എന്ന ഒരു എന്തിലില്ല, പത്രപ്രവർത്തന രംഗത്തുണ്ടായിരുന്നില്ല. അവിടെ പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിച്ചിരുന്നില്ല. പകരം ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ പ്രമാണികളുടെയോ ഒക്കെ അഭിപ്രായങ്ങളായിരുന്നു അന്തിമമായ അഭിപ്രായങ്ങളായിട്ട് വർത്തിച്ചിരുന്നത്. കേരള പത്രികയ്ക്ക് മുമ്പുള്ള പത്രങ്ങളിലൊക്കെയും വാർത്തകൾ ഉണ്ടായിരുന്നു, പക്ഷേ അഭിപ്രായങ്ങൾ ഇല്ലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ചെങ്കുളത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കേരള പത്രികയുടെയും പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരള പത്രികയുടെ പത്രാധിപരായ ചെങ്കുളത്ത് കുഞ്ഞിരാമൻ നായർക്ക് മുമ്പ് മലയാള പത്രപ്രവർത്തന രംഗത്ത് പൊതുജനാഭിപ്രായം ഒന്നില്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായവും. അതായത് നമ്മുടെ ലേഖകൻ്റെ മാത്രം അഭിപ്രായമല്ല, പൊതുവെയുള്ള അഭിപ്രായവും അതുതന്നെയാണ്. പത്രങ്ങൾക്ക് അഭിപ്രായങ്ങളും നിലപാടുകളും ഉണ്ടാക്കി കൊടുത്തു എന്നതിൽ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനുള്ള സ്ഥാനം വളരെ വലുതാണ്, അല്ലെങ്കിൽ അദ്വിതീയമാണ്. കാരണം ഈ ഒരു വെറും വാർത്ത കൊണ്ട് സമൂഹത്തിൻ്റെ സാംസ്കാരിക ചിന്താമണ്ഡലം ഒരിക്കലും വളരുന്നില്ല. എന്നാൽ പങ്ക്തി എഴുത്തുകൾ തുടങ്ങിയതോടെ അതിനുള്ള സാധ്യതകൾ തുറക്കപ്പെടുകയായിരുന്നു. ഇത്രയും ആൻസർ കൊടുക്കുക കേട്ടോ. ഇനി NP രാജേന്ദ്രൻ എന്ന പത്രപ്രവർത്തകനെ കുറിച്ചൊരു ചെറുകുറിപ്പ് എഴുതുക എന്നാണ് അടുത്തത്. ദിനപത്രം ഡെപ്യൂട്ടി, അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾ പറയാം. പ്രമുഖ പത്രപ്രവർത്തകനും ഗ്രന്ഥകാരനും എഴുത്തുകാരനും ആണ് ആര്, NP രാജേന്ദ്രൻ. മാതൃഭൂമി ദിനപത്രം ഡെപ്യൂട്ടി എഡിറ്ററായിട്ടും കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡൻ്റായും കേരള മീഡിയ അക്കാദമിയുടെ ചെയർമാനായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ 44 നദികൾക്ക് സംഭവിക്കുന്ന നാശത്തെക്കുറിച്ച് 8 ലക്കങ്ങളിലായിട്ട് എഴുതിയ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വളരെ ശ്രദ്ധേയമാണ്. 1990 അത് എഴുതിയത് കേട്ടോ. തൻ്റെ സവിശേഷമായ പത്രപ്രവർത്തനത്തിൽ നിന്നും വായനയിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട മാധ്യമ വിചാരങ്ങളെ തൻ്റേതായ കാഴ്ചപ്പാടുകൾ ചേർത്തുകൊണ്ട് അദ്ദേഹം രചിച്ച കൃതിയാണ് പത്രാനന്തര വാർത്തയും ജനാധിപത്യവും. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പാനങ്ങൾ, നിരീക്ഷണങ്ങൾ, അതുപോലെ പോരാളികൾ എന്നിങ്ങനെ പല വിഭാഗങ്ങളാക്കിയിട്ട് 15 രചനകൾ സമാഹരിച്ചിട്ടുണ്ട്. ഇതിൽ പഠനങ്ങൾ എന്ന ഭാഗത്ത് 4 ലേഖനങ്ങളാണ് ഉള്ളത്. ഇതിൽ 3ാമത്തെ ലേഖനമാണ് പങ്ക്തി എഴുത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയാണ് കൊടുക്കേണ്ടത്. ഇനി മറ്റൊരു ചോദ്യമാണ്, പങ്ക്തി എഴുത്തിൽ ഒറ്റയാന്മാരായി ലേഖകൻ കാണുന്നവർ ആരെല്ലാം. പങ്ക്തി എഴുത്തിൽ ഒറ്റയാന്മാരായിട്ട് ലേഖകൻ കാണുന്നവർ ആരെല്ലാം, അതിന് കാരണമെന്ത്. ആൻസർ, പങ്ക്തി എഴുത്തിൽ ഒറ്റയാന്മാരായിട്ട് ലേഖകൻ കാണുന്നവർ ആരൊക്കെയാണെന്ന് പറഞ്ഞത്, യുക്തികളും കയുക്തികളും കലക്കി ചേർത്ത് നർമ്മവും പരിഹാസവും കലർന്ന ജനപ്രിയ ലേഖനങ്ങൾ എഴുതിയിരുന്ന എഴുത്തുകാരനായിരുന്നു MP നാരായണൻ പിള്ള എന്നാണ് കേട്ടോ. MP നാരായണൻ പിള്ള ജനാധിപത്യ സംവിധാനത്തിലെയും അതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയത്തിലെയും ജീർണതകൾക്കെതിരെ പോരാടിയ ലേഖകനായിരുന്നു സുകുമാർ അഴീക്കോട്. ഇടതുപക്ഷത്തിൻ്റെ സങ്കീർണതകളെ ശക്തമായി ചോദ്യം ചെയ്ത ലേഖകനായിരുന്നു MN വിജയൻ. ഗാന്ധിസത്തെ മാർക്സിസവുമായി സമരസപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്വതന്ത്ര ചിന്ത പുലർത്തുന്ന ലേഖകനായിരുന്നു തായാട്ട് ശങ്കരൻ. ആഴത്തിലുള്ള വായനയിൽ നിന്നും ആർജിച്ച അറിവുകൾ ഉൾക്കൊള്ളിച്ച്
വിജ്ഞാനപ്രദമായ ലേഖനങ്ങൾ എഴുതിയ ആളായിരുന്നു പി ഗോവിന്ദൻ പിള്ള. അപ്പോൾ ഈ ലേഖകന്മാരെയെല്ലാം ഒറ്റപ്പെട്ട ലേഖകന്മാരായിട്ടാണ് എൻ പി രാജേന്ദ്രൻ കാണുന്നത്. ഇങ്ങനെ ഒറ്റപ്പെട്ട ലേഖകന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകളെയും ലേഖകൻ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഒപ്പം നികൃഷ്ടമായി രാഷ്ട്രീയത്തെ സമീപിച്ചവരെയും പരാമർശിക്കുന്നുണ്ട്. ഈ കാഴ്ചപ്പാടോടെ കേരള കൗമുദിയിൽ പ്രവർത്തിച്ച കെ കാർത്തികേയനെയും പങ്ക്തി എഴുത്തിൽ നിന്നും മുഖ്യധാരയിൽ നിലകൊള്ളുന്ന മലയാള മനോരമ പത്രത്തിൽ പ്രവർത്തിച്ച ടി എം ചുമ്മാറിനെയും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ടി എം ചുമ്മാറിൻ്റെ ലേഖനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തെപ്പറ്റി ആഴത്തിലുള്ള ഉൾക്കാഴ്ച നൽകി പോന്നു എന്നും ലേഖകൻ പറയുന്നുണ്ട്. ഇത്രയും കൊടുക്കുക, 5 മാർക്കുണ്ട്, അതുകൊണ്ടാണ് അത്രയും എഴുതുന്നത്. ഇനി ഇതിന്ന് വരാവുന്ന ഒരു എസ്സെ, 10 മാർക്കിൻ്റെ ഒരു ചോദ്യം. പത്രപംക്തികളുടെ പ്രത്യേകത വിശദമാക്കി പത്രപ്രവർത്തനങ്ങളുടെ പംക്തികളുടെ പ്രത്യേകത വിശദമാക്കി ഇന്നത്തെ പംക്തി എഴുത്തിൻ്റെ അവസ്ഥ വ്യക്തമാക്കുക എന്നാണ് ആൻസർ. പത്ര ഉടമ തൻ്റെ അഭിപ്രായങ്ങൾ മുഖപ്രസംഗത്തിലൂടെ രേഖപ്പെടുത്തിയപ്പോൾ എഡിറ്റർമാർ തങ്ങളുടെ അഭിപ്രായം അവതരിപ്പിക്കാൻ പംക്തി എഴുതി തുടങ്ങി. വ്യക്തികളുടെ അഭിപ്രായങ്ങൾ അവസാനിപ്പിക്കാനും ഇടം ആയതുകൊണ്ട് ഒരു സ്വതന്ത്ര ഇടമാണ് ഏത് പംക്തി എഴുത്ത് അല്ലെങ്കിൽ പംക്തി എഴുതുന്ന ഇടം, അല്ലെങ്കിൽ അത് ആ ലേഖനം വരുന്ന ഏരിയ ഇടം. സമൂഹത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹിക ദുരാചാരങ്ങളെയും വ്യവസ്ഥകളെയും രൂക്ഷമായി വിമർശിക്കാനുള്ള മാധ്യമം കൂടിയാണ് പംക്തി. ഹാസ്യത്തെ ഉപയോഗിച്ച് പംക്തിയിലൂടെ സാമൂഹ്യ വിമർശനം നടത്തിയ അനേകം എഴുത്തുകാരുണ്ട്. നവോത്ഥാന കാലഘട്ടത്തിൽ വിമർശനത്തിനും പ്രതിഷേധത്തിനുമുള്ള ഉപാധിയായിട്ട് പംക്തി എഴുത്തിനെ അന്നത്തെ എഴുത്തുകാർ സ്വീകരിച്ചു. തങ്ങളുടെ സമുദായത്തിൽ കൊടികുത്തി വാഴുന്ന ജാതീയമായ വേർതിരിവുകളെയും അനീതികളെയും പംക്തി എഴുത്തിലൂടെ നിശ്ചിതമായിട്ട് വിമർശിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത നവോത്ഥാന നായകന്മാരും ഉണ്ട്. ഈഴവ ജനതയുടെ വിമോചനത്തിന് വേണ്ടി മൂർക്കോത്ത് കുമാരൻ പോരാടിയപ്പോൾ മൂർച്ചയേറിയ സാമൂഹിക വിമർശനവും രാഷ്ട്രീയ വിമർശനവുമായിരുന്നു സഞ്ജയൻ്റെ മേഖല. സഞ്ജയനേക്കാൾ തീക്ഷണമായിട്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്ത ഹാസ്യ സാഹിത്യകാരനായിരുന്നു ഇ വി കൃഷ്ണപിള്ള. സ്വാതന്ത്ര്യസമര രാഷ്ട്രീയ ആഹ്വാനങ്ങളുടെ ഭാഗമായി പംക്തി എഴുത്തിൽ സജീവമായി ഏർപ്പെട്ട എഴുത്തുകാരും ഉണ്ട്. ഏറ്റവും കൂടുതൽ പംക്തികൾ എഴുതിയത് EMS നമ്പൂതിരിപ്പാടാണ്. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പോലും പംക്തി എഴുതിയ EMSൻ്റെ ലേഖനങ്ങളുടെ കാതൽ രാഷ്ട്രീയം തന്നെയായിരുന്നു. പംക്തിയിൽ എന്തു വിഷയവും ആവാമെന്ന സാധ്യതയ്ക്ക് തുടക്കമിട്ടത് കെ ബാലകൃഷ്ണനാണ്. കാർട്ടൂൺ പംക്തിയിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന മലയാള നോവലിസ്റ്റാണ് OV വിജയൻ. ജീവിതകാലം മുഴുവൻ പംക്തി എഴുതിയിരുന്ന ഒരു കാലത്തിൽ നിന്നും 6 മാസം 12 ലേഖനം ഒരേ പേജിൽ എഴുതിയ പംക്തിക്കാരനാവാം എന്ന ഒരു നിലയിലേക്ക് പംക്തി എഴുത്ത് പരിണമിപ്പിച്ച ഒരു ലേഖനം നിരീക്ഷിക്കുന്നുണ്ട്. മാത്രവുമല്ല, ടെക്നോളജി, കമ്പ്യൂട്ടർ എന്നിവയെയും നിർമ്മിത ബുദ്ധി പോലെയുള്ള ഉത്തരാധുനിക ശാസ്ത്ര സാങ്കേതിക മേഖലകളുടെയും ഉൾപ്പെടുത്തലുകൾ കൊണ്ടുള്ള കാലോചിത മാറ്റങ്ങളും പംക്തി എഴുത്തിൽ ഉണ്ടായിട്ടുണ്ട്. പംക്തികൾ മരിക്കുന്നില്ല എന്നും ആര് പറയുന്നുണ്ട്? നമ്മുടെ പ്രശസ്ത പംക്തി എഴുത്തുകാരൻ പറയുന്നുണ്ട്. പത്രങ്ങൾക്ക് അഭിപ്രായങ്ങളും നിലപാടുകളും കൊടുത്തു എന്നതിൽ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ്റെ സ്ഥാനം അദ്വിതീയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അതിലൂടെ ഇതിൽ ചേർത്ത് എഴുതണം. കാരണം വെറും വാർത്ത കൊണ്ട് സമൂഹത്തിൻ്റെ സാംസ്കാരിക ചിന്താമണ്ഡലം ഒരിക്കലും വളരുന്നില്ല. എന്നാൽ പംക്തി എഴുത്തുകൾ തുടങ്ങിയതോടെ അതിനുള്ള സാധ്യതകൾ തുറക്കപ്പെടുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നു. വ്യത്യസ്തങ്ങളായ ലേഖനങ്ങളെപ്പറ്റി വ്യക്തികൾ സ്വതന്ത്രമായ നിലപാടുകളും അഭിപ്രായങ്ങളും അവതരിപ്പിക്കുകയും അതിനെ തരം പോലെ ഉൾക്കൊള്ളുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു വായനാ സമൂഹമുണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് സാംസ്കാരിക സമൂഹം വളരുന്നത്. ഈ വളർച്ചയിൽ പംക്തി എന്ന മാധ്യമ രചനാ വിഭാഗം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. കാരണം ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ കാലഘട്ടത്തിലെയും രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥകളെയും പ്രവർത്തനങ്ങളെയും വിലയിരുത്തിയതിലും വിമർശിച്ചതിലും സജീവമായിരുന്നു പംക്തി എഴുത്തുകാർ എന്നുള്ളത് കാണാൻ കഴിയും. പംക്തി എഴുത്തുകൾ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യവും അതുതന്നെയാണ്. ഇന്ന് പംക്തി എഴുത്തുകാർ അതിൻ്റെ എല്ലാ ഘടകങ്ങളിലും പരിണമിച്ചിട്ടുണ്ട്. മാത്രമല്ല, കാലോചിതമായിട്ട് പുതിയ വിഷയങ്ങളെയും പംക്തികൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് മുന്നേ പംക്തിയിൽ എന്തൊക്കെയാണോ ഉൾക്കൊള്ളിച്ചിരുന്നത് അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, എന്നാൽ ചിലതിനെയൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ടും കാലോചിതമായിട്ട് പംക്തി എഴുത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് നമ്മുടെ ലേഖകൻ പറയുന്നത്. ഇത്രയാണ് ആ ഒരു യൂണിറ്റിൽ വരുന്നത്. നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.